അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ മെട്രോയും ടാഷ്കണ്ട് TV ടവറും ബിസ്ക്വാം പിലാവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ ആക്ച്വലി ഉള്ളത് ആ ഒരു ടാഷ്കണ്ട് TV ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മിനാർ മോസ്കിലേക്ക് പോവുകയാണ്. മിനാർ മോസ്ക് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ താജ്മഹൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വളരെ അടുത്ത് 2007 എങ്ങാണ്ടാണ് ആ ഒരു പള്ളി, ആ ഒരു മോസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പണും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ ആ ഒരു മിനാർ മോസ്കിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു റോഡിൻ്റെ സൈഡ് വഴി നടന്നിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു മോസ്കിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ റോഡൊക്കെ നോക്കിക്കാണ്, ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് പക്കയായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, റോഡിൽ കൂടെ ഞാനും പോകുന്നുണ്ട്. സോ മിനാർ മോസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ടാഷ്കണ്ട് ടെലിവിഷൻ ടവറൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് നമുക്ക് ടാഷ്കണ്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ കറൻ്റ്ലി ഇത് ക്ലോസ്ഡ് ആണ്. എനിക്കൊന്ന് കോവിഡ് ടൈമിനെങ്ങാനും ക്ലോസ്ഡ് ആയി പോയ ഒരു സംഭവമായിരുന്നു തോന്നുന്നു. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ആ സാധനമൊക്കെ കണ്ടില്ല, എൻ്റെ മുകളിൽ പോയിങ്ങനെ ചെയ്യുന്ന പരിപാടി. അപ്പോൾ നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ്ലി കോവിഡ് സമയത്ത് ലോക്കായി പോയതായിരിക്കാം. ഇപ്പം കറൻ്റ്ലി ഇത് ഓപ്പൺ അല്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പം ഞാനിങ്ങനെ ഈ ഒരു വഴിയോരത്ത് കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കി, ഈ വഴികളൊക്കെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു രക്ഷയില്ല, സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ് റോഡിൽ ഇങ്ങനെ സിഗ്നലിനെ. അപ്പോൾ ഞാനിങ്ങനെ റോഡിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മിനാർ മോസ്കിൻ്റെ അടുത്തേക്ക്. അതുപോലെ ഈ ഒരു വണ്ടിയാണ്, ഇതിനൊക്കെ വണ്ടികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. നമ്മുടെ സോവിയറ്റ് യൂണിയൻ കാലത്തെ ടൈപ്പ് വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെയുള്ള വണ്ടികൾ നല്ല രസമാണ് കാണാനായിട്ട്. പഴയ വണ്ടികളാണ്, ആ ഒരു ബൾക്ക് ലുക്കൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ ഒരു വണ്ടി കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അതിനൊക്കെയുള്ള വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല രസമാണ്. മറ്റേ റോങ് ടേൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവീസിൽ നമ്മൾ അതിനൊക്കെയുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഇതാണ്. ഫ്രണ്ട് ഭയങ്കര ബൾക്കാണ്, ബ്ലൂ കളറായിരിക്കും മോസ്റ്റ്ലി എല്ലാ വണ്ടികൾക്കും അതിനൊക്കെയുള്ള. ഇവിടുത്തെ ഈ ലേബർ ടൈപ്പ് വർക്കുകളൊക്കെ ചെയ്യുന്നത് ആ വണ്ടികളാണ്. നമ്മുടെ നാട്ടിലെ ടിപ്പറിന് പകരമായിട്ട് തടി, സിമെൻറ്റ് അതിനൊക്കെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ചെയ്യുന്നത് ആ വണ്ടികളിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ മിനാർ മോസ്കിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡ് കണ്ട ഒരു ടാഷ്കണ്ട് ലാൻഡിൻ്റെ ഫ്രണ്ട് ഇവിടെ ആയിരുന്നു, ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഓഫീസിനൊക്കെ ഒരു സംഭവമൊക്കെ കാണാം, കോൺഫറൻസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു മെട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മെട്രോയിലാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമ്മൾ ഫ്രണ്ടിൽ പോയി മിനാർ മോസ്കൊക്കെ കണ്ട് തിരിച്ച് വന്നിട്ട് ഈ മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് റിട്ടേൺ പോകാനായിട്ടുള്ളത്. ഇവിടെ മറ്റേ വണ്ടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് എടുക്കാം. ഇവിടെ മറ്റേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഞാനെങ്ങനെ വീണ്ടും നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ NBU എന്നൊക്കെ പറഞ്ഞ വലിയൊരു ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇതവരുടെ എന്തോ ഗവൺമെൻറ് ഓഫീസോ കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് എന്തായാലും. അയ്യോ. സോ അങ്ങനെ നമ്മൾ നടന്നിട്ട് മിനാർ മോസ്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ മിനാർ മോസ്ക്, കണ്ടില്ലേ? യെസ്. ഒരു നേരെ അങ്ങോട്ടേക്ക് പോകട്ടെ. ആൻഡ് യെസ്, അങ്ങനെ ആ കാണുന്നതാണ് മിനാർ മോസ്കും കാര്യവും. ആൻഡ് ഇവിടെ നിന്നിട്ട് ഉള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് മിനാർ മോസ്കിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇത് പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മോസ്കാണ് ആക്ച്വലി. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കയറാനൊക്കെ പറ്റും, അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വലിയ ഏതൊരു ഹോട്ടലോ അപ്പാർട്ട്മെൻറ്റോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുടെ അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട്. അപ്പോൾ മിനാർ മോസ്കിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇങ്ങനെ കണ്ടല്ലേ, പുതിയൊരു പള്ളി. ഇതാണ് മിനാർ മോസ്കിൻ്റെ അകത്ത് നിന്നുള്ളൊരു കാഴ്ച. പള്ളിക്കകത്ത് വേണമെങ്കിൽ നമുക്ക് കയറാം, പക്ഷേ ഇപ്പോൾ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഉണ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വലിയൊരു ഡോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ.
മിനാർ മോസ്കിൽ നിന്നുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇതാണ്. വൈറ്റ് മോസ്ക് അല്ലെങ്കിൽ താഷ്കണ്ടിലെ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലെ താജ്മഹലിനൊക്കെയാണ് പൊതുവേ ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ നമ്മൾ വന്ന ആ ഒരു താഷ്കണ്ട് TV ടവറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് മിനാർ മോസ്കിൽ ഇപ്പോൾ ആക്ച്വലി എന്താ പറയുക, നിസ്കാര സമയം കൊണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പള്ളിക്കകത്ത് കയറിയിട്ട് കാണാനൊക്കെ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇതാണ്. അപ്പോൾ ഇനി നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് നേരെ ബാക്ക് എന്താ പറയുക, നമ്മൾ വന്ന ആ ഒരു മെട്രോയിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് വേറെ 1-2 പാർക്കുകളിലേക്കൊക്കെ കറങ്ങാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതേ ജസ്റ്റ് ഞാനങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ടിപ്പിക്കൽ ഉസ്ബെക്കിസ്ഥാനി ഹോമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നേ കണ്ടില്ലേ. സാധാരണക്കാരായ ആൾക്കാരുടെ വീട് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവം. അവരുടെ വീട്, കാർ പോർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈഡിലെല്ലാം ഇതിനൊക്കെയുള്ള ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ട് നമുക്ക് മെട്രോയിലേക്ക് നടക്കാനായിട്ട്. സോ വാക്കിംഗ്. അങ്ങനെ മിനാർ മോസ്കിൽ നിന്നും കുറച്ച് ദൂരമായിട്ട് നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ബോഷോഡോർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നടക്കാനുണ്ടാവും. അതിനുശേഷം താഷ്കണ്ടിലെ മറ്റൊരു ഫേമസ് പാർക്കിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ പാർക്ക് ആക്ച്വലി പ്ലാനിലില്ലായിരുന്നു, പക്ഷേ നമുക്കിപ്പോൾ സമയം കവേർഡാണ്. സോ ആ ഒരു പാർക്കും പോകണം. ആ ഏരിയയിലുള്ള 1-2 മെട്രോ സ്റ്റേഷൻ കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമ്മൾ കവർ ചെയ്യാത്ത 1-2 സ്റ്റേഷൻസ് ഉണ്ട് ആക്ച്വലി അവിടെ. അപ്പോൾ അതും കൂടി കവർ ചെയ്യുകയാണ് ഇനിയിപ്പോൾ ലക്ഷ്യം. കാരണം ക്ലൈമറ്റും കാര്യങ്ങളെല്ലാം നല്ല പക്കയാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. പിന്നെ ഇവിടെ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു സാധനം അപ്പൂപ്പനെ ഓടിച്ചുകൊണ്ടിരുന്ന ആ സാധനം കണ്ടില്ലേ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുത്തെ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു സാധനം നിങ്ങൾക്ക് എടുത്ത് ഡ്രൈവൊക്കെ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ടാക്സി ഒന്നും പിടിക്കേണ്ട ചെറിയ ഡിസ്റ്റൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ ഒരു സാധനത്തിൽ കവർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് ആക്ച്വലി അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രമിച്ചില്ല, അതുകൊണ്ട് പിന്നെ ഓക്കെ. അപ്പോൾ ഇതേ നമ്മുടെ മെട്രോ സ്റ്റേഷൻ അടുത്തെത്തിയിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ അത് ഇതാണ് ആ മെട്രോ സ്റ്റേഷൻ. ബോഡോംസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ് ആക്ച്വലി. ഇതിൽ നിന്ന് കയറിയിട്ടാണ് നമുക്കിനി ബ്ലൂ ലൈനുമായിട്ട് കണക്റ്റ് ആവേണ്ടത്. അപ്പോൾ ബാക്കിൽ താഷ്കണ്ട് TV ടവറും കാര്യങ്ങളൊക്കെ കാണാം. ബോഡോംസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ താഴോട്ട് പോയി ടിക്കറ്റൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഇത് ടിക്കറ്റിംഗ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവിടെ പോയിട്ട് ടിക്കറ്റ് അവിടെ അല്ല, ആ ഭാഗത്തായിരിക്കും. ആ ഭാഗത്ത് കയറി ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ ഇത് ബോഡോംസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിത് വന്നിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല രസമായിട്ടുള്ള സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആക്ച്വലി ലെഫ്റ്റ് സൈഡിലാണ് പോണത്. മിനാർ, അബ്ദുള്ള ഖോറി, യൂനിസ്, രജൌവി, മിങ്ക്, ഒബ്രിക്. അപ്പോൾ മിങ്ക് ഒറിക്കിലേക്കാണ് നമുക്ക് ആക്ച്വലി പോകേണ്ടത്. അപ്പോൾ ഇത് ബോഡോംസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പം വണ്ടി വരട്ടെ. അബ്ദുള്ള ഖുദൈറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അവിടുത്തെ മെട്രോ സ്റ്റേഷനിലുള്ള ലൈറ്റുകൾ കണ്ട ഓടെ മോനെ, ഇതും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു അടിപൊളി സ്റ്റേഷനാണ്. ഫുൾ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു സൈഡിലെയും, അതുപോലെ ഈ ഒരു സൈഡിലെ ലൈറ്റുകൾ ആക്ച്വലി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ട ഇവിടെയും ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഫുള്ള്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആക്ച്വലി യൂനസ് രജൌരി കഴിഞ്ഞിട്ടുള്ള മിങ്ക് ഒറിക് എന്ന് പറഞ്ഞതിനകത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമുക്ക് അവിടെ ആക്ച്വലി ബ്ലൂ ലൈനുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഒരു വ്യൂവും ലുക്കും കാര്യങ്ങളും ഇങ്ങനെയാണ്. ഈ ഒരു ലൈറ്റൊക്കെ കൊള്ളാം കേട്ടോ, നല്ല രീതിയിൽ പഴയ ആ ഒരു ലൈറ്റുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ സെറ്റാക്കി കൊണ്ട് നടക്കേണ്ടവർ. അവിടെയും എക്സിറ്റ് ഉണ്ട്, ആ ഒരു സൈഡിൽ നമുക്ക് എക്സിറ്റ് ഉണ്ടാവും. പിന്നെ എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇതുപോലുള്ള ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ ഫുള്ള് ടേക്ക് കെയർ ചെയ്ത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുമൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫാണ്. സോഫാർ എനിക്ക് ഉസ്ബെക്കിസ്ഥാൻ ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എവിടെയില്ല.
പിന്നെ ഓക്കെയാണ്. കാരണം ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം ടൂറിസ്റ്റ് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒറ്റയ്ക്ക് ആയാലും കൂട്ടമായിട്ട് നടന്നാലും അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. രാത്രി നടന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ലേഡീസും കാര്യങ്ങളും എല്ലാവരും 10, 11, 12 മണിക്കൊക്കെ പുറത്ത് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ സമർഖണ്ഡിലൊക്കെ ആയിരുന്ന സമയത്ത് 11, 11:30 മണി വരെ ആ ഒരു രാജസ്ഥാൻ സ്ക്വയറിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു ടൂറിസ്റ്റ് സേഫ് ആയിട്ടുള്ള പ്ലേസാണ് ഉസ്ബെക്കിസ്ഥാൻ. നമുക്ക് നിസ്സംശയം പറയാനായിട്ട് പറ്റും. നീ കണ്ടില്ലേ, ഉസ്ബെക്കിസ്ഥാനിലെ അമ്മമ്മയാണ് എന്നെ കണ്ടിട്ട് ഹായ് കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഭയങ്കര കമ്പനിയാണ് അവിടുത്തെ ആൾക്കാർ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ട്രെയിൻ വരണം, കയറിപ്പോകണം. അപ്പോൾ നമ്മൾ മിങ്കോറിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രീൻ ലൈനിലെ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഇനി ഒയ്ബക് എന്ന് പറയുന്ന ബ്ലൂ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ആ ബ്ലൂ സ്റ്റേഷനോട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ മിങ്കോറിക് എന്ന് പറയുന്ന സ്റ്റേഷനാണിത്. അതായത് ആക്ച്വലി ആ ഒരു ഗ്രീൻ ലൈനിൻ്റെ എൻഡ് സ്റ്റേഷനാണ് കേട്ടോ. ഗ്രീൻ ലൈൻ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിനി ബ്ലൂ ലൈനിലേക്കാണ് കയറാനുള്ളത്. അപ്പോൾ അതുവഴി എക്സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലൂ ലൈൻ ഉണ്ട്. ഈ ബ്ലൂ ലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർചേഞ്ച് സ്റ്റേഷൻ വാക്ക് വേ യൂസ് ചെയ്തിട്ട് ഒയ്ബക് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ പഴയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു പുതിയ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു കേട്ടോ. ട്യൂബ് പിന്നെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് നല്ല രീതിയിൽ എന്താ പറയുക, സൈഡിൽ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ നടന്ന് നമ്മളത് ബ്ലൂ ലൈനിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ഒയ്ബക് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ്. ഒയ്ബക് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ഞാൻ അവിടെ ബോർഡ് പോയി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തന്നെ ഇനി ആ ഒരു മാഷിന സോസ്ലർ എന്ന് പറയുന്ന ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് സ്റ്റേഷൻ ടോഷ്കണ്ടും ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റോപ്പ് അങ്ങോട്ടേക്കാണ് നമുക്ക് ആക്ച്വലി പോകേണ്ടത്. സോ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. മാഷിന സോസർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇനി എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിച്ചിട്ട് നമുക്ക് അക്ഷോബോ പാർക്ക്, അങ്ങനെ ഒരു അടിപൊളി പാർക്ക് ഈ മെട്രോ സ്റ്റേഷന് അടുത്തായിട്ടുണ്ട്. അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ആ ഒരു പാർക്ക് കാണുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെയൊക്കെ ഇതേ കണ്ടില്ലേ, നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ എക്സിറ്റ് അടിക്കട്ടെ. എക്സിറ്റ് അടിച്ചിട്ട് ആ പാർക്ക് കവർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ദേ മെട്രോയുടെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ മെട്രോയുടെ പേര് നോക്കിയോ, മാഷിന സോസ്ലർ. മാഷിന സോസ്ലർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര്. ഇവിടെ നിന്ന് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാർക്കിലേക്ക്. അപ്പോൾ ഇതൊരു ചെറിയ ഏരിയ ആണ് കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ അതേ അവിടെ കുറേ ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ വിളിച്ചൊക്കെ കയറ്റുന്നുണ്ട്. ചെറിയ ബസ് സ്റ്റേഷൻ കൂടിയാണ്. ഈ മാഷിന സോസ്ലർ എന്ന് പറയുന്ന ഇതിനടുത്തായിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ നമ്മുടെ പാർക്ക് എങ്ങോട്ടാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതൊരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് ഏരിയ ആണ്. അപ്പാർട്ട്മെൻറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഹൗസിങ് ഏരിയ ആണ്. കുറേ വീടുകളും സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ അത്ര ഒരു ഡെവലപ്ഡ് ഏരിയ അല്ല. മേ ബി നമുക്ക് ഔട്ടർ ടാഷ്കൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അത്ര വലിയ ബഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഞാൻ നടന്ന് പാർക്കിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അറിയത്തില്ല. പിന്നെ ഇന്ന് സൺഡേ ആണ്, വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ആളും പേരൊക്കെ ഉണ്ടാവും. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ്. അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ സൈഡിൽ വാക്ക് വേ ഉണ്ടാവും ആൾക്കാർക്ക് നടക്കാനായിട്ട്. റോഡിൽ കൂടെ തന്നെ നടത്തിക്കെത്തൊന്നുമില്ല. ആക്ച്വലി റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപ്പാതയും കാര്യങ്ങളുമൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ ഒരു പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിൻ്റെ എൻട്രൻസ് ഇത് ഇതാണ്, ചെറിയൊരു എൻട്രൻസ് ആണ്. ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുവഴി നേരെ തന്നെ നമുക്ക് വന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് പറ്റും. എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്തിട്ട് മേ ബി സെപ്പറേറ്റ് ബാക്കിയുള്ളത് യൂസ് ചെയ്യുന്നതിന് അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കേണ്ടിയിരിക്കും. ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കണക്കുള്ളൊരു സംഭവമാണ്. അത്യാവശ്യം കളിക്കാനും ഇതിനുമൊക്കെയുള്ള ഗെയിമിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അക്സോർ ബോബ് എന്നാണ് ആക്ച്വലി ഈ ഒരു പാർക്കിൻ്റെ പേര്. ജെയിൻറ്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്കിത് ഇങ്ങനെയാണ് കാണാനായിട്ട് പറ്റുന്നത്. കുതിരയുടെ കുറേ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഇത് ഇതാണ് കേട്ടോ. ഇവിടെ കുറേ നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിലൊക്കെ കൊണ്ടുവയ്ക്കുന്ന കണക്കുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. ആൻഡ് സാംസങ് ഉണ്ട്, ആർട്ടൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഗോദ്രേജ് കണക്കൊരു കൂളിംഗ് എയർ കണ്ടീഷൻ ഫ്രിഡ്ജ് അതൊക്കെ കണക്കുള്ളൊരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ദേ ഇങ്ങനെയാണ്. അപ്പോൾ ദേ ഇവിടെ കണ്ടില്ല, DSLR-നകത്ത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോണിലോട്ട് അയച്ചു തരുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ കൊടുക്കണം. ആൻഡ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ദേ ഇതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അക്ഷോർ ബോർഡ് സെയിൽ ഗോഹി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അതേ കയറി വരുമ്പോഴത്തേക്ക് നമുക്കിതേ ഇങ്ങനൊരു സംഭവം കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു പാർക്കാണ്. പിന്നെ പാർക്കുകളെല്ലാം അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു കിടിലൻ പാർക്കാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ സംഭവം എന്തായാലും. ഇതിലിവിടെ ഐ ലവ് ടാഷ്കെന്റ് എന്ന കണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സൈൻ ബോർഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എവിടെയോ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പിയെടുക്കണം നമുക്ക്. ആൻഡ് വിൽ ഗോ ബാക്ക്. ഇവിടത്തേക്ക് ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ രാത്രി ലൈറ്റ് ഇടുമ്പോൾ നല്ല രസമായിരിക്കും. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫ്ലൂറസെൻ്റ് ടൈപ്പിലുള്ള എന്തോ മെറ്റീരിയലാണ് അതിനകത്ത് വെച്ചിരിക്കുന്നതൊക്കെ തോന്നുന്നു. അപ്പോൾ ഇവിടെയും കുറേ കുതിരകളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സർക്കസ് കൊണ്ടുവേണം. നോക്കെ സർക്കസ് ആണോ അല്ല, അതൊരു ഇതാണെന്ന് തോന്നുന്നു. അക്വേറിയം ടൈപ്പ് സംഭവമാണ്. മറ്റേ ഡോൾഫിനും അതേ കണക്കുള്ള ഐറ്റംസൊക്കെ നടത്തുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നത്. കേട്ടില്ലേ, ഡോൾഫിൻ ഷോ കണക്കുള്ള സംഭവം, എന്തോ അക്വാ ഷോ നടക്കുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ കുതിരയുടെ കുറേ സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ജെയിൻ വേലി അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ സംഭവം കാണാം. പഴയ ടെലിഫോൺ ബൂത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് എൻട്രൻസ്. ആ ഒരു എൻട്രൻസിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നത്. ടിപ്പിക്കലായിട്ടുള്ളൊരു പാർക്കാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ കുറേ കൊച്ചുകുട്ടികളൊക്കെ തേരാ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. എന്താ പിന്നെ വേറൊരു സംഭവം, ഈ ഉസ്ബക്ക് ലാംഗ്വേജിൽ കുറേയൊക്കെ സെയിം മലയാളമാണ്. ചില വാക്കുകളൊക്കെ നമുക്ക് കറക്റ്റ് മലയാളം വാക്ക് കിട്ടും. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മലയാളമൊക്കെ സംസാരിക്കാനൊക്കെ മലയാളിയോ അതാരാണെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവർ ഉസ്ബെക്കിസ്ഥാനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും സംഭവം. പക്ഷേ അതിനകത്ത് ആ ഒരു മലയാളം വാക്കുകൾ, മലയാളം വേർഡുകളൊക്കെ എനിക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതോ മലയാളി സംസാരിച്ച് കാണുന്നുണ്ട്. പിന്നെ അതേ ആ ഒരു സൈഡിൽ ആംഫി തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആംഫി തിയേറ്റർ അവിടെ വലിയൊരു എന്താ പറയുക, വിമാനത്തിൻ്റെ ആ ഒരു മാതൃകയിലാണ് ആ ഒരു സംഭവമൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് ആ ഒരു ജെയിൻ വീലിനകത്ത് ആളും പേരും ഒന്നും ഇല്ല. ഇവിടെ പാർക്കിലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ, കളിക്കാനൊക്കെയുള്ള. പിന്നെ ഇവിടെ ടിപ്പിക്കലായിട്ടുള്ള കുറേ കൊച്ചു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും തുറന്നില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആകുമായിരിക്കും ഒന്ന് ഓണായി വരാനായിട്ട്. ഞാൻ മാത്രമേ ഉള്ളൂ നട്ടുച്ചയ്ക്കൊക്കെ വന്ന് നിന്നിട്ട് ഇതൊക്കെ നോക്കി കാണുന്നത്. എനിക്ക് വയ്യ. ഇത് ഫുള്ള് ഗെയിമിംഗ് സെൻ്ററുകളും കാര്യങ്ങളൊക്കെയാണ്. ടോയ് ട്രെയിൻ അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേ ഗെയിമിംഗ് സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ലക്കൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഗെയിമിങ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട്. ഇവിടെ വലിയ ജെയിൻ വീൽ വെച്ചേക്കുന്നുണ്ടോ, ഭീകരം. പിന്നെ മറ്റേ സ്വിങ് ചെയ്യുന്ന ആ സാധനങ്ങളൊക്കെ എഴുതേണ്ട കണ്ടില്ലേ, ഏതോ ഒരുത്തനൊക്കെ കയറിയിരുന്ന ഏത് ആടുന്നു. ഭീകരം. ഇവിടെയൊക്കെ കുറച്ചധികം കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ സ്വിങ് ബോട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. റാഷിംഗ് കാർസിൻ്റെ സംഭവങ്ങളുണ്ട്. കൊള്ളാം. ഇവിടത്തെ കൊച്ചുകുട്ടികളുടെ കയറ്റി കളിപ്പിക്കുന്ന കുറേ ഐറ്റംസ് കാര്യങ്ങൾ. ഒരു ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ, അങ്ങനെയുള്ളൊരു സംഭവം.
അപ്പോൾ ദേ ഇവിടെ കണ്ടില്ലേ ഫുള്ള് ലവിൻ്റെ ഷേപ്പിനകത്തൊക്കെ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ട, പൂവൊക്കെ വെച്ചിട്ട് ആ ഒരു ലവ് ഷേപ്പ് അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വന്നാൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ ഈ സാധനം. നമ്മളിനിയിപ്പം പതുക്കെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാർക്കിൽ നിന്നുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പാർക്കിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് നമ്മൾ മെട്രോയിൽ തന്നെ കയറിയിട്ട് കോസ്മോപോളിറ്റൻ മെട്രോയിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അങ്ങോട്ടേക്ക്. അവിടെ നമുക്കിനി ഒരു സ്ഥലം കൂടി കാണാനുണ്ട് ആക്ച്വലി. അതൊരു ഹിസ്റ്റോറിക് ഒരു പ്ലേസാണ് ആക്ച്വലി. അതുവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ റൂമിലോട്ട് പോയി റെസ്റ്റ് എടുക്കാം. പിന്നീട് നമുക്ക് വൈകുന്നേരം നമ്മൾ താഷ്കണ്ടിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മാജിക് പാർക്ക് കാണാനായിട്ട് പോകും. അതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അത് ഒരു നൈറ്റ് ലൈഫ് കാഴ്ചയായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനിനിപ്പോൾ എന്തായാലും നേരെ മെട്രോ കയറി കോസ്മോപോളിറ്റൻ എത്തട്ടെ, അവിടെ നിന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കോസ്മോപോളിറ്റൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വൈറ്റ് ഹൗസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. 2017 പണി കഴിപ്പിച്ച ഇസ്ലാം കരീമോവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുകളാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സംഭവം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ റോഡ് സൈഡൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. കണ്ടാ, പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത പൂക്കളാണ് കേട്ടോ. ബ്ലൂവും യെല്ലോ കളറിലൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു റോഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ പറഞ്ഞറിയിക്കേണ്ട സംഭവമാണ്. പൊടിയുണ്ട് കേട്ടോ ആക്ച്വലി. പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിൽക്കുന്ന ഈ മരങ്ങളിനകത്തൊക്കെ ഒരു പൂ പിടിച്ചിരിക്കുന്നുണ്ട്. ആ പൂവിൻ്റെ പൊടി മൊത്തം ഇവിടെ ഉണ്ട്. ഇത് കയറി കഴിഞ്ഞ് തുമ്മും ഈ സാധനം. പതിവില്ലാതെ തുമ്മുന്നത് ആലോചിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ചത് എന്താ ഇപ്പോൾ സംഭവം ഈ ചെടിയിൽ നിന്നുള്ള പൂക്കിൽ നിന്നുള്ള പൊടിയാണ്. ആ പൊടി മൊത്തം ഈ റോഡിലുണ്ട്. അതങ്ങനെ വായിക്കാത്ത കയറിയിട്ടാണ് ഒരേ തുമ്മൽ ഞാൻ. അപ്പോൾ എനിവേസ് നമ്മൾ ആ ഒരു വൈറ്റ് ഹൗസ് അഥവാ ഇസ്ലാം കരീമോവിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചിട്ടുള്ള ആ ഒരു മോൺമെൻറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെയൊക്കെ വീതി ആ സംഭവം നോക്കി 6-7 വരി പാതയൊക്കെയാണ്. മീൻസ് 6 വരി പാത, വൺ സൈഡ് 3ഉം മറ്റേ സൈഡ് 3ഉമായിട്ട്. കൊള്ളാം. ഇവിടെ ആരും വരുന്നില്ല, ഞാൻ മാത്രമേ ഉള്ള അടച്ചൊക്കെ ഇട്ടേക്കുന്നത്. ഇതിന് എൻട്രി ഫ്രീ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഓൺ ദ ഇനിഷ്യേറ്റീവ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ, ദ സയൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ മെമ്മോറിയൽ കോംപ്ലക്സ് ഇൻ ഓണർ ഓഫ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഇസ്ലാം കരീമോവ്. 2017 ഈ ഒരു സംഭവം ആദ്യത്തെ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റിന് വേണ്ടി ഇസ്ലാം കരീമോവിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ അതേ ഇസ്ലാം കരീമോവിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചിട്ടുള്ള വൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്ന ആ ഒരു മോൺമെൻറ്റിലാണ് നമ്മൾ ആക്ച്വലി വന്നിട്ടുള്ളത്. അപ്പം 1991 ഉസ്ബെക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുന്നത്. അന്ന് മുതൽ 2016 ഇസ്ലാം കരീമോവ് മരണപ്പെടുന്നിടം വരെ പുള്ളിയായിരുന്നു ഇതിൻ്റെ ഒരു എന്താ പറയുക ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആളോടുള്ള സ്മരണാർത്ഥമാണ് ആക്ച്വലി ഈ ഒരു സംഭവം പണി കഴിപ്പിച്ചത്. ഈ ഒരു അതായത് ഉസ്ബെക്കിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് മുമ്പ് ഇത് സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യയുടെ കീഴിലുണ്ടായിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അന്ന് മുതലേ പുള്ളി ഈ ഇസ്ലാം കരീമോവ് ആ സമയത്തെ റഷ്യൻ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ചേർന്ന് ഉസ്ബെക്കിസ്ഥാൻ്റെ നയതന്ത്ര കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അങ്ങനെ എന്തോ സെക്രട്ടറിയൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പം അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു മോൺമെൻറ്റ് ആക്ച്വലി ഇവിടെ പണിതിരിക്കുന്നത്. ഫുൾ വൈറ്റ് മാർബിൾ കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് ഹൗസ് മോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സംഭവം കാണാം. ഇതിൽ എന്തോ ഒരു മോൺമെൻറ്റോ സംഭവം വേറെ എന്തോ ഒരു സാധനം കൂടിയുണ്ട്. അതും കൂടി നമുക്ക് കവറാക്കാമെന്നാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ എന്തേ ഇസ്ലാം കരീമോവിൻ്റെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തൊന്നും കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഫുള്ള് ക്ലോസ്ഡ് ആണ് ആക്ച്വലി. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ആരും വരുന്നൊന്നുമില്ല. അവർ 2-3 പേര് മാത്രമാണ് ഇവിടെ ഇപ്പം വന്നത്. ദേ കണ്ടില്ലേ, ഇവിടെ നിന്നിട്ടുള്ള ഇതിൻ്റെ ഒരു കാഴ്ചയും സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്. ആൻഡ് വേറെ കുറേ ആൾക്കാരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മ്യൂസിയം ഓഫ് ഇസ്ലാം കരീമോവ് ആണ് ഈ സംഭവം. ആർട്ട് ഗാലറി ഉണ്ട്. ദെൻ റെജിസ്ട്രേഷനോ ലൈബ്രറി, ഇത്രയും ഐറ്റംസാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. ദ സയൻറ്റിഫിക് ആൻഡ് എൻലൈറ്റ്മെൻറ്റ് മെമ്മോറിയൽ കോംപ്ലക്സ് നെയിംഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഇസ്ലാം കരീമോവ്. അപ്പോൾ ദേ കണ്ടില്ലേ, അതിൻ്റെ കാഴ്ച ദേ ഇങ്ങനെയാണ്. ദേ ഒരുത്ത് നടന്നു പോകുന്നുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയും കാര്യങ്ങളൊക്കെ ദേ അതാണ്.
ക്ലൗഡൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ മെയിൻ ലാംഗ്വേജ് ഉസ്ബക്കും റഷ്യയുമാണ്. പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ റഷ്യ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം, പിന്നെ ഉസ്ബക്കുമാണ്. ഇംഗ്ലീഷ് വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാർക്കേ അറിയത്തുള്ളൂ, കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഹോട്ടലുകളിലെ ആൾക്കാർക്കൊക്കെ ഒരുവിധം അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പ്ലേസസിലും ഈ പറയുന്ന ഉസ്ബക്ക് അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജിലാണ് കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പിന്നെ ആ രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്കിതൊന്നും പഠിച്ചിട്ട് വരാനായിട്ട് പറ്റില്ല. ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ അപ്പം ഞാനെന്തേ ഇവനും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ ആരും ഇല്ല കേട്ടോ. ഇവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കുറച്ച് ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. അതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ അതൊക്കെ നമുക്ക് റിട്ടേൺ അടിക്കാം. കറക്റ്റ് അല്ലേ? പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ചെറുതായിട്ട് റൂമിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. സമയം ഇപ്പം 3 മണിയാവുന്നു. റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ഇനി നമുക്ക് വൈകുന്നേരം എന്താ പറയുക ടാഷ്കണ്ട് മാജിക് സിറ്റി കാണാനായിട്ട് പോകാം. അപ്പോൾ അതൊരു നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. ടാഷ്കണ്ടിലുള്ള വലിയൊരു റിക്രിയേഷൻ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ സംഭവങ്ങളൊക്കെ വരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡ് കാണും വരെ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.